അങ്ങനെ നമ്മുടെ പ്രമോയില് വൈജയന്തി ആ വേലക്കാരിയുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ബബിയും കൃഷ്ണമോളും കൂടെ അടുക്കളയിലേക്ക് വരുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ബബിയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. എന്തായാലും ഒരൊടക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞു കാണും മക്കളോട് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന്. അന്നേരം ബബിയും കൃഷ്ണമോളും കൂടെ മാറ്റി ഒരുങ്ങി വരികയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് നിൽക്കുക നമ്മുടെ വൈജയന്തി. അപ്പൊ തന്നെ ചൂടായിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഇന്നൊരു ദിവസത്തേക്കാണോ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുപോയി സൽക്കരിക്കുന്നത്? എന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. തോറ്റോണ്ടിരിക്കുന്നതേ നിങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്റെ ഭാര്യയൊക്കെ എന്റെ മനസ്സിൽ നിന്ന് എന്നേ ഇറങ്ങിപ്പോയി. ഇനി മനസ്സിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം. അപ്പൊ ഞാൻ ആരാന്ന് ചോദിക്കാട്ടോ. വൈജയന്തി സംസാരമൊക്കെ എഡറിങ്ങാണ്ട്. അന്നേരം പറയും, നീ എവിടെയോ പോയി അലഞ്ഞു തിരിഞ്ഞു വന്ന് ഞാനില്ലാത്ത തക്ക നോക്കി ഇവിടെ കയറിയ ഒരു പ്രേതമെന്ന്. അന്നേരം നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാനേ കേണലുമായിട്ട് ഉടക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അന്നേരം മനു പറയും, കേണലിനോട് മുട്ടാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ തന്നെയാണ്. പിന്നീട് നമ്മുടെ മനുവിന് തോന്നുക അലീനയെ ഒന്ന് കണ്ടാലോന്ന്. കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ പ്രൊമോ കഴിയുകയാണ് കേട്ടോ.